നമസ്തേ എവരി വൺ. ഞാൻ NLP സെയിൽസ് മാസ്റ്ററെ കുറിച്ച് ഒരു ബേസിക് ഇൻഫർമേഷൻ തരാൻ പോവുകയാണ്. നമ്മൾ മാസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് നോളജും സ്കില്ലും ഒന്നിച്ച് ചേരുന്നതിനാണ്. സെയിൽസിൻ്റെ മൊത്തം പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയും അത് നല്ല രീതിയിൽ നമുക്ക് ഒരു ടീമിനെ വെച്ചോ നമുക്കോ വിൽക്കാൻ കഴിയുന്ന ഹൈ വോളിയം വിൽക്കാൻ കഴിയുന്ന ആ ഒരു പ്രക്രിയ, ആ മെത്തേഡിനാണ് നമ്മൾ സെയിൽസ് മാസ്റ്ററി എന്ന് പറയുന്നത്. അവിടെ ഉപയോഗിക്കുന്ന ടൂള് ബ്രെയിൻ്റെ ലാംഗ്വേജ് ആയ ന്യൂറോ ലിംഗ്വിസ്റ്റിക് ലാംഗ്വേജ് ആണ്. അവിടെ നമുക്കറിയാം ക്ലയൻറ്റ് നമ്മൾ 7 പേഴ്സണാലിറ്റി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ക്ലയൻറ്റ് ഇതിൽ ഏത് പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഓരോ പേഴ്സണാലിറ്റിക്ക് ഒരു പേഴ്സണാലിറ്റിക്ക് പോലല്ല മറ്റേ പേഴ്സണാലിറ്റി. ഒരു പേഴ്സണാലിറ്റി വളരെ ഫ്രണ്ട്ലി ആയിരിക്കും, പക്ഷേ വാങ്ങിക്കത്തില്ല. രണ്ടാമത്തെ പേഴ്സണാലിറ്റി ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഈ പറഞ്ഞ പോലെ ഒബ്ജക്ഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ അവർ വാങ്ങിക്കും. മൂന്നാമത്തെ പേഴ്സണാലിറ്റി ഉണ്ട്, അവരെപ്പോഴും ഈ പറഞ്ഞതുപോലെ നമ്മളെ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ പലതരം പേഴ്സണാലിറ്റീസ് ഉണ്ട്. നമ്മൾ അവരെ അറിഞ്ഞിട്ട് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവർ തന്നെ അതുപോലെ മൈൻഡ് റീഡ് ചെയ്തിട്ടാണെങ്കിലും ശരി, ബോഡി ലാംഗ്വേജും മൈൻഡ് റീഡിങ്ങും ഒന്നിച്ച് ചെയ്യുമ്പോൾ ക്ലയൻറ്റിൻ്റെ ഉള്ളിലിരിക്കുന്ന ഏതാണ്ട് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ അവരെ പ്രസൻറ്റ് ചെയ്യുന്നതും അവരതിലേക്ക് പോകുന്നതും. ഇവിടെ ഏറ്റവും പ്രധാനം ഈ ലോജിക്കൽ സെയിൽസ് ആണ് മിക്കവാറും എല്ലായിടത്തും നടക്കുന്നത്. ലോജിക്കൽ സെയിൽസിനെ കഴിഞ്ഞും 3000 ടൈംസ് മോർ പവർഫുള്ളാണ് ഇമോഷണൽ സെയിൽസ്. അപ്പോൾ നമ്മളവിടെ വലിയ ബഹളങ്ങളും ചാട്ടവും ഓട്ടവും ഒന്നും അല്ല നമുക്ക് വേണ്ടത്. ജസ്റ്റ് നമ്മൾ ആ സെയിൽസ് പ്രോസസ്സുണ്ട്, ആ ഒരു 8 സ്റ്റെപ്പിൽ അതങ്ങ് ഫോളോ ചെയ്താൽ മതി. അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട എന്തെങ്കിലും ടൂൾസ് ഉണ്ടെങ്കിൽ ആളിൻ്റെ പേഴ്സണാലിറ്റി അനുസരിച്ച് നമുക്ക് മാറി ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സെയിൽസ് മാസ്റ്റർ പഠിക്കേണ്ടതുണ്ട്. ദെൻ നമ്പർ 2, പീക്ക് പെർഫോമൻസ്. നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈമിനകത്ത് നല്ല പീക്ക് പെർഫോമൻസ്. ഇവിടെ നമ്മൾ ലക്ഷ്യമിടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കോഴ്സ് പഠിക്കുക വഴി എനിക്ക് തോന്നുന്നത് എൻ്റെ കോഴ്സുകളിൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടിരിക്കുന്നൊരു കോഴ്സാണിത്. അപ്പോൾ ഈ കോഴ്സ് പഠിക്കുക വഴി 6 months കൊണ്ട് സെയിൽസ് വോളിയം ഡബിൾ ചെയ്യുക. 6 months ഓർ ഈവൻ ലെസ്, അതുകൊണ്ട് നമ്മുടെ സെയിൽസ് വോളിയം നമുക്ക് ഡബിൾ ചെയ്യാൻ പറ്റുക. അപ്പോൾ പലപ്പോഴും നമുക്ക് 10%, 12%, 20% ഒക്കെ ആയിരിക്കും പലപ്പോഴും ഗോള് തന്നെ. പക്ഷേ യു ട്രസ്റ്റ് മീ, NLP സെയിൽസ് മാസ്റ്ററി വേണ്ട വിധത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണ്, യു ക്യാൻ ഡബിൾ. ദാറ്റ് മീൻസ് 200% you can achieve in 6 months. It's possible. സോ അതുപോലെ തന്നെ ടോപ്പിക് 3 നമ്മളിതിൽ പഠിക്കുന്നത് 101 പ്രോസ്പെക്റ്റിംഗ് മെത്തേഡ്സ് ഫോർ സെയിൽസ്. ഇത് ട്രഡീഷണൽ മെത്തേഡാണ്. ആ കൺവെൻഷണൽ മെത്തേഡ്സിനകത്ത് നമുക്ക് എല്ലാം ഉണ്ട്, ആദ്യകാലം പോലുള്ളതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളൊന്നും മിസ്സായി പോകത്തില്ല. ഇനി അതെവിടെയെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് വളരെ വിപുലമായിട്ട്, ഇതിനെല്ലാം വളരെ കൃത്യമായി നോട്ട്സും ഉണ്ടാകും. നമുക്ക് നമ്പർ ചെയ്ത് പോകാം. നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ ഇതിനകത്തൊരു 30% നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, പക്ഷേ അവിടെ 70% അറിയത്തില്ലാത്തതുണ്ടെന്ന് മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ ടോപ്പിക് 4, 100 ways to get unlimited referrals. ഞാൻ പറഞ്ഞല്ലോ 8 സ്റ്റെപ്സ് ആണ് സെയിൽസിന്. ആ 8 സ്റ്റെപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ലെവറേജിങ് ആണ്. ഒരു ക്ലയൻറ്റിൽ നിന്നും പല ക്ലയൻറ്റിലേക്ക് ഒരാൾക്ക് എങ്ങനെയാണെങ്കിലും ഒരു 500 കോൺടാക്ട്സ് എങ്കിലും കാണും. ഈ 500 കോൺടാക്ട്സിൽ 10 കോൺടാക്ട്സ് എങ്കിലും നമുക്ക് യൂസ്ഫുള്ളായിട്ട് അവരുടെ കാണും. അതെങ്ങനെയാണ് അവരിൽ നിന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് എടുക്കുക, അതിന് കുറച്ച് മെത്തേഡുണ്ട്. അങ്ങനെ ഒരു 100 മെത്തേഡാണ് നമ്മളിതിനകത്ത് പഠിക്കുന്നത്. പഠനങ്ങൾ കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ സെയിൽസ് ക്ലോസിംഗ് നടക്കുന്നത് ഈ റെഫറൽസിൽ കൂടിയാണ്. അപ്പോൾ റെഫറൽസ് ആണ് നമുക്ക് ഏറ്റവും ട്രസ്റ്റ് ചെയ്യാവുന്നത്. അടുത്ത 5ാമത്തെ ടോപ്പിക്ക് ന്യൂറോ സയൻസ് ഇൻ സെയിൽസ്. ന്യൂറോളജി എങ്ങനെയാണ് സെയിൽസിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള ഏരിയാസാണ്. മുഴുവൻ സയൻറ്റിഫിക് ഏരിയ ആണ്, ബട്ട് റിയലി ഇറ്റ്സ് വർത്ത് ഇറ്റ്. നെക്സ്റ്റ് 6ാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് സെയിൽസ് ഫണലാണ്. അപ്പോൾ സെയിൽസ് ഫണലിനകത്ത് എന്താ ആദ്യമേ വരുന്നത്? ഫസ്റ്റ് ഇത് വരുന്നത് നമുക്ക് ആദ്യമേ നമ്മൾ തുടങ്ങുന്നത് തന്നെ അവിടെ ആദ്യമേ തന്നെ നോക്കുന്നൊരു അറ്റൻഷൻ നമ്മൾ ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ഡിസയർ ഉണ്ടാക്കും. ഡിസയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ആക്ഷൻ വേണമെന്നുള്ള സമയത്താണ് നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് വിളിക്കുകയോ മീറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. ആദ്യമേ ചെയ്യാൻ പാടില്ല, അത് ഭയങ്കര ഡിസ്ട്രാക്ഷൻ വരും. അപ്പം നമുക്ക് 10,000 പേരാണ് ഫണ്ടലിനകത്ത് ചോർപ്പിനകത്തോട്ട് ആദ്യം വരുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നെറ്റ് റിസൾട്ട് വരുമ്പോഴത്തേക്ക് 500, 600, 700 പേരായിരിക്കും നെറ്റ് റിസൾട്ട്. നമുക്ക് വളരെ എളുപ്പമാണ്. അതിനകത്ത് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ 10,000 പേര് അതിന് പകരം 50,000 പേര് 1,00,000 പേരാക്കിയാൽ മതി. നമുക്ക് ഔട്ട്പുട്ട് കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ സെയിൽസ് ഫണൽ നമുക്ക് വളരെ ഡെപ്തിൽ പഠിക്കേണ്ടതുണ്ട്. അടുത്തത് നമുക്ക് അഡ്വാൻസ് സെയിൽസ് നെഗോസിയേഷൻ സ്കിൽസ്. അവിടെയാണ് എത്ര ക്വാണ്ടിറ്റി അവരെ കൊണ്ട് വാങ്ങിപ്പിക്കണം, ഏത് പ്രൈസിൽ നമുക്ക് അറൈവ് ചെയ്യാനായിട്ട് പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതൊരു ധാരണയിലെത്തുക എന്നുള്ളതാണ്, വിലപേശലല്ല. ഓക്കെ, അതിനുള്ള മെത്തേഡ് രീതികൾ എങ്ങനെ നമുക്ക് പഠിക്കണം. അതുകൂടാതെ ഇനി അടുത്തത് ടോപ്പിക് 8
100 ways for അൺലിമിറ്റഡ് ലീഡ്സ്. അതിനകത്ത് മുഴുവനും മോഡേൺ ഇപ്പോഴത്തെ ഈ ജനറേഷൻ്റെ മെത്തേഡ്സാണ്. അതിനകത്ത് ഇൻ്റർനെറ്റും ഇമെയിൽ മെത്തേഡും സോഷ്യൽ മീഡിയ, ഓൾ ഡിജിറ്റൽ മീഡിയ, ഇതെല്ലാം നമുക്ക് അതിനകത്ത് വരും. അപ്പോൾ അതിനകത്ത് നമുക്ക് 100 മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് അപ്പോൾ ഇനോർമസ് ലീഡ് നമുക്ക് കിട്ടും. അപ്പോൾ ലീഡിനെ അത് വീണ്ടും റീമാർക്കറ്റ് ചെയ്ത് അതിനകത്തോടെ തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് അത് വെർത്തി ക്ലയൻസിനെ മാത്രം അരിച്ച് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അവരെ ആയിരിക്കും അവർക്ക് ഈ പറഞ്ഞ ആദ്യം ഒരു അറ്റൻഷൻ എടുത്തു, അത് കഴിഞ്ഞ് ഇൻട്രസ്റ്റ് വരുത്തി, അത് കഴിഞ്ഞ് നമുക്ക് ഡിസയർ വരുത്തിയിട്ട് ആക്ഷനിലുള്ളതാണ് നമ്മൾ അപ്പം കയറി ഇങ്ങോട്ട് വരുത്തി അങ്ങോട്ട് പോവുകയും ചെയ്ത് വലിയ ഹ്യൂജ് സെയിൽസിലേക്ക് പോകുമ്പോൾ. അടുത്തത് ടെലി സെയിൽസ് നമ്മളെങ്ങനെയാണ് ടെലിഫോൺ വഴി ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ലെഗ് വർക്ക് പ്രോസസ്സ് കുറയ്ക്കുക. ഓക്കെ, ഇത് ടൈം എടുക്കാനും ആളെ ഫിൽട്ടർ ചെയ്യാനും യൂസ്ഫുൾ ആണോ നോക്കാനും ക്വാളിഫൈ ചെയ്യാനും റിമൈൻഡ് ചെയ്യാനും ഫോളോ അപ്പ് ചെയ്യാനും പറ്റുമൊക്കെ. അപ്പോൾ നമുക്ക് 80% വർക്ക് നമുക്ക് അതിൽ കൂടെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനുള്ള മെത്തേഡ് ഈവൻ ഹിപ്നോട്ടിക് ടെലി സ്ക്രിപ്റ്റ് പോലും നമുക്ക് ഉണ്ടാക്കണം. ഇനി അടുത്തത് 10th മെത്തേഡ് സെയിൽസ് പ്രസൻറ്റേഷൻ സ്കിൽസ്. അത് ഫണ്ടാസ്റ്റിക് ഏരിയ ആണ്. കാരണം നമുക്ക് നമ്മുടെ കമ്പനികൾക്ക് ഫണ്ടിങ് എടുക്കണമെങ്കിലും അവിടെ സെയിൽസ് പ്രസൻറ്റേഷനായിരിക്കുന്നത്. നമുക്കവിടെ പിച്ച് ഡെക്ക് എങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഇമോഷണലി നമ്മൾ അവരെ കണക്ട് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് ഒബ്ജക്ഷൻസ് ഓവർ റൂൾഡ്. വരാവുന്ന എല്ലാ ഒബ്ജക്ഷൻസും മേ ബി മാക്സിമം വന്നു കഴിഞ്ഞാൽ 4 ഒബ്ജക്ഷൻ വരെ ഒരാൾക്ക് വരുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാറില്ല. പക്ഷേ നമ്മൾ 40 ഒബ്ജക്ഷൻസ് പഠിച്ചു വെച്ചേക്കുക ഓരോ പ്രൊഡക്റ്റിലും. ഓരോ പേഴ്സണാലിറ്റി ഇന്നത് ചോദിക്കുമെന്ന് നമുക്കറിയാം. അതിന് വളരെ കൃത്യമായിട്ട് അപ്പോൾ ഓരോ ഒബ്ജക്ഷൻ വരുമ്പോൾ നമുക്ക് റിലാക്സേഷൻ കൂടുകയാണ്, നമ്മളല്ലാതെ റിജക്ഷൻ തോന്നില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പഠിക്കുക. അടുത്തത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ സെയിൽസ് പീപ്പിൾ അവിടെ അമ്പും വില്ലും കൊണ്ട് പോകുമ്പോൾ നമ്മൾ മെഷീൻ ഗണ്ണ് കൊണ്ട് പോകുന്ന പോലെയാണ് ഹിപ്നോട്ടിക് സെയിൽസ്. കോൺവെർസേഷണൽ ഹിപ്നോസിസ് അത് ഡോക്ടർ മിൽട്ടൺ എറിക്സൺ കൊണ്ടുവന്നൊരിതാണ്. വർദ്ധാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ ഒരു ഇമേജ് കൊടുത്തിട്ട് പിക്ചറൈസ് ചെയ്ത് സ്റ്റോറിയിലൂടെ കയറി നമ്മൾ കൊടുക്കാനുള്ള ബെനിഫിറ്റ്സ് മുഴുവൻ സ്റ്റോറിക്കകത്ത് ഇന്ന ഭാഗത്ത് ബിൽറ്റ് ഇൻ ചെയ്ത് ആൾക്കാരുടെ സബ് കോൺഷ്യസ് മൈൻഡിലങ്ങ് പ്ലാൻ ചെയ്യും. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡും നമ്മുടെ പ്രൊഡക്റ്റും മാത്രമായിരിക്കും ശേഷിക്കുന്നത്. ബാക്കി വരുന്നതൊക്കെ അവർ ലോജിക്കൽ മൈൻഡ് ഫിൽറ്റർ ചെയ്തുകൊണ്ട് പോകും. നെക്സ്റ്റ് ടോപ്പിക്ക് 13th ടോപ്പിക് എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഓഫ് സ്പീഡ് സെഡക്ഷൻ. അത് തെറ്റിദ്ധാരണയൊന്നും വേണ്ട. ഇവിടെ സെഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലയൻറ്റിനെ എങ്ങനെ നമ്മൾ പറയുന്നിടത്ത് എത്തിക്കുക എന്നുള്ളതാണ്. ആർട്ട് ഓഫ് സെഡക്ഷൻ എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു തെറ്റിദ്ധാരണ തോന്നും. റോബർട്ട് ബ്രോൻ്റെ ബുക്കാണ്. പക്ഷേ ഇറ്റ്സ് എ ഫണ്ടാസ്റ്റിക് ബുക്ക് ഫോർ സെയിൽസ് പീപ്പിൾ. നമുക്ക് തൗസൻഡ്സ് ഓഫ് ഐഡിയാസ് വിൽ ഗെറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ സീക്രട്ട് ഓഫ് സ്പീഡ് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് നമുക്ക് നമ്മൾ പറയുന്ന വഴിക്കോട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തെടുക്കാൻ പറ്റുക. ആൻഡ് സെഡക്ഷൻ ഇൻ സെയിൽസ് അനദർ ടോപ്പിക്. ദാറ്റ്സ് ഓൾസോ റിയലി ഗ്രേറ്റ് ടോപ്പിക്. അപ്പോൾ അതൊരു സബ്ജക്റ്റായിട്ട് അപ്പോൾ ഈ ഹിപ്നോട്ടിക് സെയിൽസ്, സെഡക്ഷൻ ആൻഡ് സെഡക്ഷൻ ഇൻ സെയിൽസ് ഇതൊക്കെ ഒരു 5 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ഒരു 10 വർഷം മുമ്പൊക്കെ ഒരു ബുക്കൊക്കെ ഞാൻ ഗ്ലോബലി നോക്കിയിട്ട് പോലും ഒരു ബുക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതാണ് നമുക്കിപ്പോൾ ഈ ഒരു വലിയ പ്രോപ്പർട്ടി കച്ചവടത്തിലോ ഫ്ലാറ്റോ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നത് ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വളരെ ഡെപ്തിൽ കുറച്ചുകൂടെ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ട് ഓരോ സെയിൽസിലും നമുക്ക് റിലാക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അവരുടെ ബ്രെയിൻ്റെ ലാംഗ്വേജ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഉപയോഗിച്ചാണ്. ഇനി ഫൈനലി ഉള്ളത് സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്സ്. അത് സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്കിനകത്ത് നമ്മൾ 100 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്ലോസിംഗ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ചില പേഴ്സണാലിറ്റിക്ക് നമുക്കൊരു 6-7 മെത്തേഡ് നല്ലതായിരിക്കും. വേറെ ചില പേഴ്സണാലിറ്റിക്ക് മറ്റൊരു 8-9 ആയിരിക്കും. എൻ്റെ ഒരു ഡിഫറെൻ്റ് ഒരു പേഴ്സണാലിറ്റിക്കും വേറെ ഒരു 10-12 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആയിരിക്കും. ഇതിൻ്റെ കോമ്പിനേഷനിൽ നമ്മൾ കൊടുത്താൽ നമുക്ക് ഒരാളോട് സംസാരിച്ചാൽ ഏത് സെയിൽസും ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ 100 മെത്തേഡും നമ്മൾ കംപ്ലീറ്റ്ലി പഠിച്ചിരിക്കണം. പഠിച്ചിരുന്നിട്ട് നമ്മൾ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഓവർ എ ടൈം ഓഫ് 3 months നമുക്ക് അറിയാം നമ്മളുടെ പ്രോഡക്റ്റിന് ഏറ്റവും മോസ്റ്റ് യൂസ്ഫുൾ ആയിട്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലാറ്റ് ഇല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പിന്നെ വില്ലാസൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സാധാരണഗതി ഞാൻ പഠിപ്പിക്കുന്ന ഒരു 12 മെത്തേഡ് അത്രയും മതി. ഒരു ബയർ അയാൾക്ക് നീഡുണ്ട്, അയാൾക്ക് മണി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വാങ്ങിക്കും. ആ രീതിയിൽ അതിനെ ഏൽപ്പിച്ച് വിടുക ചെയ്തത്. അപ്പോൾ അതൊരു 100 മെത്തേഡ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ മൊത്തം പറയുകയാണെങ്കിൽ ഈ ഒരു 15 ടോപ്പിക്കോടെ നമ്മൾ 3 ദിവസം കൊണ്ടാണ് പഠിച്ചു തരുന്നത്. പലപ്പോഴും ഞാൻ എബ്രോഡ് വരുമ്പോഴത്തേക്കും ചിലപ്പം ഈ വരുന്ന ആൾക്കാരെ നമ്മൾ നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്തിട്ട് ഇപ്പോൾ ഇത് എല്ലാവർക്കും വരും. ഇപ്പോൾ UK എന്നുള്ളവരോ കാനഡയിൽ നിന്നുള്ളവരോ പിന്നെ ഓസ്ട്രേലിയ എന്നുള്ളവരോ അവിടെയൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഈ ടോപ്പിക്ക് എടുത്തിട്ട് അവിടുന്ന് വരാൻ പോകുന്നവരെ ഓൺലൈനിൽ നമ്മൾ ഒരു ദിവസം പ്രിപ്പയർ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ്സും കൊണ്ട് അവർക്ക് മാക്സിമം പ്രയോജനം കിട്ടണം.
അങ്ങനെ ഒരു ദിവസം അവരെ കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്ത് എല്ലാ രംഗങ്ങളിലൊക്കെ പരിചയപ്പെടുത്തി ഇവർക്ക് ഏറ്റവും ചേരുന്ന, ഇതിനൊരു ലേണിംഗ് ഒക്കെ ഉണ്ട് നമുക്ക്, അവർക്ക് ഏറ്റവും ചേരുന്ന ദിവസം അല്ലെങ്കിൽ ചേരുന്ന സ്ഥലം, ആ ലൊക്കേഷനിൽ വെച്ച് മ്യൂച്വലി ഒരു കൗൺസിലിംഗ് കൊടുത്തിട്ടാണ് ഒരു ഫുൾ ഡേ നമ്മൾ നല്ല പ്രിപ്പറേഷന് ശേഷമാണ്. പിന്നെ അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കും ഞാൻ അതുപോലെ UK വന്ന് ക്ലാസ് എടുത്തിരുന്നത് 2 ദിവസമായിരുന്നു. വളരെ നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്കത് മോസ്റ്റ് ഇഫക്റ്റീവ് ആക്കി തീർക്കാനായിട്ട്, ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഇത് വളരെ മോസ്റ്റ് ഇഫക്റ്റീവ് ആക്കി തീർക്കാനായിട്ട് നമുക്ക് ഒരു ദിവസം ഓൺലൈനിൽ എടുത്ത് നമ്മൾ ഡിസൈഡ് ചെയ്ത് അടുത്ത നെക്സ്റ്റ് ഡേ എന്നാന്ന് നിശ്ചയിച്ചതിന് ശേഷം ഞാൻ അവിടെ വരുമായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട്, ഇപ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുന്നോ, ഏത് സെയിൽസ് ആണോ, യു ട്രസ്റ്റ് മീ, ഈ NLP മെത്തേഡ്, ഈ നമ്മുടെ ന്യൂറോളജി മെത്തേഡ് നമ്മൾ ഉപയോഗിച്ച് ചെയ്യുമ്പം നിങ്ങൾക്ക് എന്താണെങ്കിലും, നിങ്ങൾ ഏത് സെയിൽസിലാണെങ്കിലും യു ക്യാൻ ഡബിൾ യുവർ സെയിൽസ് ഇൻ 6 months ഓർ ഈവൻ ലെസ്. ഓക്കെ, അത് ട്രിപ്പിൾ ആക്കാനും പറ്റും. അതിനകത്ത് വേറെ അപ്പീലൊന്നുമില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് അത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ലേണിംഗ് ഭാഗം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ യൂട്ടിലിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും ഇതെനിക്ക് കൂടിയേ വഴിയും. പ്രത്യേകിച്ച് ഹൈ വോളിയം വരുന്ന ഇൻഷുറൻസ്, പ്രോപ്പർട്ടി, റിയൽ എസ്റ്റേറ്റ്, ഷോപ്സ്, കാർസ്, ഇങ്ങനെ വലുതായിട്ടുള്ള സെയിൽസിനൊക്കെ നമുക്കിത് ഭയങ്കര വലിയ രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് വർഷങ്ങൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകം എനിക്ക് തോന്നുന്ന യു ക്യാൻ ബൈ മോർ ദാൻ 1000 ബുക്സ്. പക്ഷേ ലോകത്തിൽ കിട്ടാവുന്ന ട്രെയിനിങ്ങുകളെല്ലാം ഞാൻ നേരിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലോകത്തിൽ കിട്ടാവുന്ന മുഴുവൻ മെറ്റീരിയൽസും എടുത്ത് വെച്ച് നന്നായിട്ട് റീസെർച്ച് ചെയ്താണ് ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് തരുന്നത്. അതിന് പ്രത്യേക സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം ഉണ്ട്. അത് നിങ്ങളുടെ മൊബൈലിൽ പോലും കൊണ്ട് നടക്കാവുന്ന രീതിയിലാണ് തരുന്നത്. കാരണം ക്ലയൻറ്റ് ഇരിക്കുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയിട്ടാണെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഫോണിൽ നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്ത് യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ പാർട്ട് ഓഫ് യുവർ പേഴ്സണാലിറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫൈനലി ചെയ്യേണ്ട കാര്യം, ഇത് കാണുന്ന നമ്പറുണ്ട്, ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഏത് മേഖലയാണോ അവരെ ഒന്നിച്ച് വിളിച്ചത് ഞാൻ ഫൈനലൈസ് ചെയ്ത് നിങ്ങൾക്കൊരു പെട്ടെന്ന് വരും, വളരെ പെട്ടെന്ന് തന്നെ. സോ നിങ്ങൾ എന്നാണോ ഇത് കാണുന്നത് അന്ന് തന്നെ നിങ്ങളിത് ചെയ്തോളൂ. റെസ്റ്റ് വി വിൽ ഡു. സോ ഓൾ ദി ബെസ്റ്റ്.